അപ്പുവിന്റെ കാര്യത്തില് ഐ എം വെരി പ്രൊട്ടക്റ്റീവ് ആൻഡ് വെരി പൊസസീവ് അബൌട്ട് ഹിം സീത. ആരെങ്കിലുമൊക്കെ അവനോട് അടുപ്പം കാണിക്കുന്നത് കാണുമ്പോൾ ഞാൻ പോലും അറിയാതെ ഐ ബിക്കം റൂഡ്. അതേ കാരണം കൊണ്ട് തന്നെയാ ഞാൻ നിന്നോട് പലപ്പോഴും റൂഡായിട്ട് പെരുമാറിയിരുന്നത്. പ്ലീസ് അതൊന്നും ഇനി മനസ്സിൽ വെക്കരുത്. നിന്നെപ്പോലൊരു കുട്ടിയൊന്നും എത്ര അന്വേഷിച്ചാലും കിട്ടില്ല സീത. നീ എന്റെ അപ്പുവിന്റെ പാർട്ട്ണർ ആകുന്നതില് എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്നറിയോ? ഞാൻ തന്നെ എത്ര സന്തോഷിക്കുന്നുണ്ടെങ്കിൽ മുകളിലിരിക്കുന്ന ഞാൻ എങ്ങനെയാ തീർക്കുക? ഐ എം റിയലി സോറി. സോറി എന്തിനാ? ഞാൻ ഇത്രയും ദിവസം നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരുന്നു. നിങ്ങൾ എന്താണെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. ദാറ്റ്സ് ഓക്കെ. അപ്പുവിന്റെ ഒരു കാര്യം വരുമ്പോ ഞാൻ കുറച്ച് സ്വാർത്ഥയാ. അതിനി ആരെന്തൊക്കെ കരുതിയാലും ഐ ഡോണ്ട് കെയർ. ഞാൻ കണ്ടോ സംസാരിച്ച് ഇവിടെ അങ്ങ് നിന്നുപോയി. വാ, എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. വരും, നമുക്കും കഴിക്കാൻ നോക്കാം. അയ്യോ, ഈ ചക്കരക്കുട്ടി ഇവിടെ കിടന്ന് ഉറങ്ങിയല്ലോ. അവളെ എന്ന വീട്ടിലാക്കിയിട്ടങ്ങ് പോരു സീത. പാവം, കല്യാണം മുഴുവൻ നടത്തിയത് ഈ അമ്മൂമ്മയാ. നിനക്കും എല്ലാവരുടെയും കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. നീ വാ. നീ ഇതുവരെ കഴിക്കാൻ പോയില്ല? സോറി മേമ, ബൈ മിസ്റ്റേക്ക്. മേമ പറയുന്നതല്ല ഞാൻ കേട്ടു. മനഃപൂർവ്വമല്ല മേമ. ആക്ച്വലി ഞാൻ മേമയെ കുറച്ചേ മനസ്സിലാക്കിയിട്ടുള്ളൂ. മേമ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട് മേമ. അതിനൊക്കെ ഞാൻ എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. പറയാനുള്ളതൊക്കെ ഇവിടെയുണ്ട്, പക്ഷേ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. പോയി കഴിക്കാൻ നോക്കടാ. That's my മേമ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ. അച്ഛാ, അച്ഛൻ ആരെയാ നോക്കുന്നേ? ആ കുഞ്ഞാറ്റ എവിടെ പോയി? ഏത് കുഞ്ഞാറ്റാ? എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ, ഇത്തിരി പോന്ന കുഞ്ഞ്. അച്ഛൻ ഏത് കുട്ടിയെ കുറിച്ചാ പറയുന്നേ അച്ഛാ? സിഹിയാണോ? അതേ മോളെ, അവളെ തന്നെ. അവൾ ഉറങ്ങുവാ, ഞാൻ വിളിച്ചോണ്ട് വരാം. വേണ്ട മോളെ, വാ വാ വാ. അവള് സന്തോഷത്തോടെ അവിടെ കിടന്ന് തുള്ളിച്ചാടി ക്ഷീണിച്ചാണ് കിടക്കട്ടെ. പിന്നെ നിന്റെയും രാമന്റെയും കല്യാണക്കാര്യം പറയും ഞാൻ കുറെ ശ്രമിച്ചു, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. ഞങ്ങളെ വീട്ടിലേക്ക് വരാം കേട്ടോ. അച്ഛാ, ഇന്ന് നിങ്ങളുടെ സംസാരത്തിന്റെ കോട്ട കഴിഞ്ഞു. ഇനി വയ്യാതാവും, നമുക്ക് വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. നമുക്ക് ഇറങ്ങാൻ നോക്കാം. ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ. ആരോഗ്യം ശ്രദ്ധിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. ഇതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമല്ലേ, അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കും. ബൈ സീത. ബൈ. ഇറങ്ങട്ടെ. ബൈ ബൈ. ബൈ ബൈ ബൈ. ഭാർഗവി, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നീ എന്നോട് കാണിച്ച ചതിക്ക് നീ റാമിനോട് കാണിക്കുന്ന ചതി ഞാൻ അവനെ അറിയിക്കും. ഐ എം സോറി റാം. ഇങ്ങനൊരു ദുഷിച്ച സത്യം നിന്നെ ഇങ്ങനെ മെസ്സേജ് ചെയ്ത് അറിയിക്കേണ്ടി വന്നേന്. റാം, ബി അവെയർ ഓഫ് യുവർ ഭാർഗവി മേമ. ഷീസ് എ ചീറ്റർ. നീ കരുതുന്ന പോലെ ഒരു നല്ല വ്യക്തിയല്ല അവര്. അവര് ശരിക്കും സെൽഫിഷാ. നിന്നെ ലവ് ചെയ്യാൻ പറഞ്ഞ് നീ കംപ്ലീറ്റ്ലി എന്നോട് ഡിപ്പെൻഡ് ആയതിനു ശേഷം നിന്നെ വിട്ടു പോകാൻ പറഞ്ഞതും അവരെ എന്നോട്. ഇതൊക്കെ അവരെന്തിനാ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല റാം. നീ കരുതുന്നത് പോലെ അവരത്ര നല്ലവരൊന്നും അല്ല. നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ നീ വേണമെങ്കിൽ ഇങ്ങോട്ട് വാ,
അവരെനിക്ക് ചെയ്ത ബാങ്ക് ട്രാൻസാക്ഷൻസ്, മെസ്സേജസ്, കോൾസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. നിന്നെ സ്നേഹിച്ചതിന് ഞാൻ പണം വാങ്ങിയിരുന്നു റാം. അതും നിന്റെ മേമ തന്നിരുന്ന പണം. ഐ നോ, ഞാനെന്ന് വെച്ചാ എപ്പോഴും നിന്റെ കണ്ണിൽ ഒരു ചീത്ത പെണ്ണായിരിക്കും. പക്ഷെ നിന്റെ കൺമുന്നിലുള്ള നിന്റെ മേമയുടെ രൂപം നീ ഒന്ന് ശരിക്ക് കണ്ണു തുറന്ന് കാണുറാം. ഈ മെസ്സേജ് കണ്ടാലുടനെ റാം എന്തായാലും ഇവിടേക്ക് ഓടി വരും. അവൻ വന്നാലുടനെ റാം, നീ എന്നെ കല്യാണം കഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും ചാടി ചത്തു കളയുമെന്നും പറഞ്ഞ് ഇമോഷണൽ ഡ്രാമ കളിക്കാം. എന്റെ റാം എന്നെ ചാവാൻ സമ്മതിക്കോ? നെവർ. എനിക്ക് റാമിനെ വേണം. ദേശായി വീടും വേണം. ഭാർഗവി, നീ എന്നെ പറഞ്ഞ് മോഹിപ്പിച്ചതിനെല്ലാം നീ സ്വയം ബലി കൊടുക്കേണ്ടി വരും. നവദമ്പതിമാർക്ക് ആരുടെ ദൃഷ്ടിയും പതിയാതിരിക്കട്ടെ. ഇന്നൊരു വിശേഷ ദിനത്തില് പുതിയൊരു ജീവിതം തുടങ്ങാണ്. നല്ലതു മാത്രം വരട്ടെ. നവദമ്പതിമാർക്ക് വെൽക്കം ഹോം. വലതുകാലം വെച്ച് അകത്തേക്ക് വരൂ. എല്ലാം നന്നായിട്ട് വരട്ടെ. എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. അതിന് ഓക്കെ ആണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരാം. കണ്ടീഷനോ? എന്താ അത്? മൈ ഗോഡ്, എല്ലാരും ഇങ്ങനെ ഷോക്കിംഗ് റിയാക്ഷൻ അടിച്ച് നിൽക്കല്ലേ. അത് അത്ര വലിയ ആനക്കാരിയൊന്നുമല്ല. ഈ വീട്ടിൽ ഞങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അഞ്ജു ഇവിടെ ഞങ്ങളോടൊപ്പം നിൽക്കണം. അവൾ അങ്ങനെ വേറെ PG-യിൽ പോയി നിൽക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇതിനവള് സമ്മതിച്ചാ ഞാനിപ്പോ വീട്ടിലേക്ക് വരാം. ചേച്ചി, എന്താ ഇത്? പിന്നെ എന്താ അഞ്ജു, എന്റെ നാത്തൂൻ അങ്ങനെ ഒരിടത്ത് പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര സന്തോഷാവുന്ന അറിയോ? പ്ലീസ് ഞങ്ങളുടെ കൂടെ നിൽക്കേ. ചില്ലി കാശ് ചെലവാക്കാതെ വീട്, കല്യാണം, എന്തൊക്കെയാ. ആവട്ടെ ആവട്ടെ, രാമൻ വനവാസത്തിന് പോകുന്നവരെ എല്ലാം നടക്കട്ടെ. നോക്കൂ ബാബാജി, എന്റെ ജീവിതം ഇപ്പൊ നിന്റെ കയ്യിലാ. എന്താ വേണ്ടത്? ഞാൻ ചേച്ചി പറയുന്നത് കേക്കോ, അതോ കല്യാണ ദിവസം തന്നെ ഞങ്ങൾ തമ്മിൽ തെറ്റിക്കോ? അതെ അഞ്ജു, ഈ വീട്ടിൽ അച്ഛനും അമ്മയും വലിയവരാരും തന്നെയില്ല. എന്റെ മകള് കുടുംബം എങ്ങനെ നോക്കാന്നുള്ളൊരു പേടി എനിക്കും ഉണ്ടാകില്ലേ? നാത്തൂനേക്കാൾ നല്ലൊരു ഫ്രണ്ട് ഉണ്ടാകാറില്ലെന്നാ പറയാ. നീ ഇവരുടെ കൂടെ നിന്നേ പറ്റൂ. എന്താ അഞ്ജു ഇത്? പാവം അവർ രണ്ടുപേരും നിന്നെ ഇങ്ങനെ കൺവിൻസ് ചെയ്യണോ? പാവം അശോകന്റെ മുഖം കണ്ട് സഹിക്കാനേ പറ്റുന്നില്ല. നീ വേഗം നിങ്ങൾ സമ്മതിച്ചേ. എല്ലാവരും ചേർന്ന് പറഞ്ഞെങ്കിൽ കെട്ടിയിടുവാണല്ലേ. ചേച്ചി, പെട്ടെന്ന് അകത്തേക്ക് വാ. ഈ വീട്ടിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. താങ്ക് ഗോഡ്, അവള് സമ്മതിച്ചത് കണ്ടോ? താങ്ക് യു അഞ്ജു. ഇനി സന്തോഷത്തോടെ ഞാൻ അകത്തേക്ക് വരാം. താങ്ക് യു സോ മച്ച് പ്രിയ. ഫൈനലി നീ അവളെ കൺവിൻസ് ചെയ്തല്ലോ. യു ആർ ദ ബെസ്റ്റ്. ഇനി എന്താ, ഇത് തട്ടി അകത്തേക്ക് കയറിയാ പോരെ? സ്ട്രോങ് ആയിട്ട് തട്ടണ്ട, അത് ഫുട്ബോൾ ഒന്നും അല്ല. എനിക്കറിയാടി. ദാ വരുന്നു സീത. മേമ, നീ ഇതെന്തിനാ സിഹിയേം കൊണ്ട് ഇങ്ങോട്ട് വന്നേ? വീട്ടിൽ നിർത്തിയിട്ട് പോരായിരുന്നല്ലോ. അവളുണ്ടെങ്കിൽ നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ടി വരും. അവളെ വിട്ടിട്ട് വന്നിരുന്നെങ്കിൽ നിനക്ക് ഫ്രീ ആയിട്ട് നടക്കാമായിരുന്നല്ലോ. സിഹി എനിക്കൊരിക്കലും ഭാരമല്ല മേമ. സിഹി വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടാ വളർന്നതൊക്കെ. അവൾക്ക് അവളെ നോക്കാൻ അറിയാം. എന്നെ ഒരിക്കലും അവള് ബുദ്ധിമുട്ടിക്കാറില്ല. വാവ്, യു ആർ റിയലി ലക്കി സീത. എന്റെ മകൻ നിന്റെ മോളെ പോലെയല്ല. അവനെങ്ങാനും കൊണ്ടുവന്ന എന്റെ അറ്റൻഷൻ മുഴുവൻ അവന് കൊടുക്കേണ്ടി വരും. ഇന്ന് അവനെങ്ങാനും ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, എനിക്കൊരു സെക്കൻഡ് സമയം പോലും കിട്ടില്ല. സീതമ്മ, ഞാൻ എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക. നീ എവിടെയായിരുന്നു? വേഗം വാ, എനിക്കൊരു സാധനം കാണിച്ചു തരാനുണ്ട്. മേമ, അവള് വന്ന് വിളിക്കുന്ന കേട്ടില്ലേ? ഇറ്റ്സ് ഓക്കെ. ശരി മേമ. വേഗം വാ, വേഗം വാ.
മെസ്സേജ് ചെയ്തിട്ട് നേരം കുറെ ആയല്ലോ. റാം എന്താ ഇതുവരെ തുറന്നു നോക്കാത്തെ? ഫോൺ കയ്യിലുണ്ടാവുന്നതല്ലേ, എന്നിട്ട് നോക്കാത്തത് എന്താ? പ്ലീസ് റാം, മെസ്സേജ് ഒന്ന് നോക്ക്. ഇറ്റ്സ് ആൻ എമർജൻസി റാം. അശ്വങ്കളുടെ റൂം അഞ്ജു ആന്റിയും എന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഡെക്കറേറ്റ് ചെയ്തത് നോക്ക്. ഡെക്കറേഷൻ എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷേ ബെഡിന്റെ മുകളിൽ നിങ്ങൾ എന്നെ പൂവിടുന്നേ? കട്ടിലെന്താ ഇവിടത്തെ ദൈവമാണോ? ഇവിടെ പൂജ വല്ലതും ഉണ്ടോ? മോളെ, ഇതൊക്കെ ഒരു ചടങ്ങാ, അതിനല്ലേ? ചടങ്ങോ? അതെന്ത് ചടങ്ങാ? മോളെ, ഇനി എന്തൊക്കെ ഡെക്കറേഷൻ ഇവിടെ ബാക്കിയുണ്ട്? നീ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരുന്നാലോ? ഓ, നിങ്ങൾക്ക് ആർക്കും ഉത്തരം അറിയില്ലേ? അന്ന വിട്ടേക്ക്, ഞാനും ഹെൽപ്പ് ചെയ്യട്ടെ. സിഹി, ചേട്ടനും ചേച്ചി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തോട്ടെ. പുറത്ത് ഇനിയും ഡെക്കറേറ്റ് ചെയ്യാൻ ഒരുപാടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും പോയി അത് നോക്കിയാലോ? വാ. A for absolutely. B for beautiful. C for charming. D for darling. E for elegance. F for fabulous. And G for gorgeous. H for heartthrob. I for I for idiot. 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 എന്നെ കളിയാക്കണോ? കളിയാക്കണോ? ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ, ഒഴുകില്ലേ അലിയുവാനെൻ പ്രാണനിൽ. നീ ഇങ്ങനെ മുടിയഴിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയാ. ആക്ച്വലി നീ ഇന്ന് ഷോപ്പിങ്ങിന് ഒരു ഫ്രീ ഹെയർ സ്റ്റൈൽ വന്നില്ലേ? നല്ല രസമായിരുന്നു കാണാൻ. അവിടെ വെച്ച് കോംപ്ലിമെന്റ് തരണമെന്ന് വിചാരിച്ചതാ, പക്ഷേ എല്ലാരും ഉണ്ടായിരുന്നില്ലേ. പിന്നെ പുറത്ത് വന്നിട്ട് കോംപ്ലിമെന്റ് തരാമെന്ന് കരുതി, പക്ഷേ ഫോൺ ഇഷ്യൂ അങ്ങനെയൊക്കെ ആയില്ലേ, പിന്നെ ഞാനും അതങ്ങ് മറന്നു. ഇതിലിപ്പോ എന്താ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളേ? സ്പെഷ്യൽ ആണ്, അതുകൊണ്ടാ പറയുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ചിലതൊന്നും കെട്ടിയിടാൻ പാടില്ല, ഫ്രീ ആയിട്ടങ്ങ് വിട്ടേക്കണം. അപ്പോഴതിന് ശരിക്കും ഭംഗി. നിനക്ക് ഈ ഹെയർ സ്റ്റൈല് നന്നായിട്ട് ചേരുന്നുണ്ട്. റാം, പ്ലീസ് അടങ്ങിയിരിക്കും, മതി തരാൻ. റാം, ഇനിയും കുറെ ജോലിയുണ്ട്. ഇതൊക്കെ അലമ്പായിട്ട് കിടക്കുന്ന കണ്ടില്ലേ? ഇനി ഇതെല്ലാം അറേഞ്ച് ചെയ്യണ്ടേ? അതിന് താ. സീതാ, ഇറ്റ്സ് ഓക്കെ. അവനാണ് ഇത് ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടം. എന്താ റാം? റാം, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. സോ വാട്ട്? എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യമായിരിക്കും, പോയി അറ്റൻഡ് ചെയ്തേ. സീത, പ്ലീസ് യാർ,
എപ്പോഴും ഞാൻ നിന്നോട് അടുക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ നീ എന്തിനാ എന്നെ പറഞ്ഞു വിടുന്നത്? എന്താ നിനക്ക് എന്നെ ഇഷ്ടമാണെന്നല്ലേ? റാം, എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല. ഒരു കോള് വരുന്നുണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നിനക്ക് ഞാനാണോ ആ കോളാണോ വലുത്? നിനക്കൊരിക്കലും എന്റെ ഫീലിങ്സ് മനസ്സിലാവില്ല. പോ, വെറുതെ എപ്പോഴും അവോയ്ഡ് ചെയ്തോണ്ടിരിക്കും ഇങ്ങനെ. അങ്ങനെയല്ല റാം. അങ്ങനെയല്ല, ഇങ്ങനെയല്ല. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഇതൊക്കെ അറേഞ്ച് ചെയ്യണം അല്ലേ? ചെയ്തോളാം ഞാൻ. ഹാപ്പി? ഓ ഷിറ്റ്. റാം മെസ്സേജ് നോക്കുന്നില്ല, കോളും പിക്ക് ചെയ്യുന്നില്ല. ഓ, പിക്ക് അപ്പ് ദ ഡാം കോൾ റാം. ഭാർഗവി, ഇവരെന്തിനാ ഈ നേരത്തെ എന്നെ കോൾ ചെയ്യുന്നേ? ഐ തിങ്ക് റാം മെസ്സേജ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇവരെ ചോദ്യം ചെയ്ത് കാണും. അതിനാവും ഇപ്പൊ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നെ. വിളിച്ചുകൊണ്ടിരുന്നോ? ഇനി എത്രയൊക്കെ വിളിച്ചാലും ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നില്ല. ഫോൺ ഇത്ര പ്രാവശ്യം റിങ് ചെയ്തിട്ടും ഇവൾ എന്താ പിക്ക് ചെയ്ത്? എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ ചാന്ദിനി? റാം, നിങ്ങൾക്ക് ശരിക്കും ദേഷ്യം വന്നോ? ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞിട്ടാ ഇങ്ങനെ ദേഷ്യം പിടിച്ചു നിൽക്കുന്നേ? ഞാൻ എന്താ പറഞ്ഞത്? ഏതോ കോള് വരുന്നുണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. റാം ഇത്ര ചെറിയ കാര്യത്തിന് ആരെങ്കിലും ദേഷ്യം പിടിക്കോ? കണ്ടോ, ദേ വീണ്ടും കോള് വരുന്നുണ്ട്. പോയി അറ്റൻഡ് ചെയ്യ്. ഇതെന്താ ഇത്? ഡിലീറ്റ് ആയിപ്പോയല്ലോ. ഇവൾക്ക് എന്താ ചെയ്യാൻ വേറെ പണിയൊന്നുമില്ലേ? റാം, എല്ലാം ഓക്കെ അല്ലേ? റാം പ്ലീസ് സംസാരിക്ക്. എത്ര തവണ ഞാൻ പറയണം സീത? എല്ലാം അവളെ വെച്ച് ക്ലിയർ ആയത് തന്നെയല്ലേ? എനിക്കിപ്പോ ഒന്നും പറയാൻ തോന്നില്ല. ദാറ്റ്സ് ഇറ്റ്. ഞാനിപ്പോ അതിന് മാത്രം എന്താ ചെയ്തേ? റാം എന്തിനാ എന്നോടിപ്പോ ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? ഓ ഗോഡ്, എന്ത് വലിയ മണ്ടത്തരം ഞാൻ കാണിച്ചേ. ഭാഗ്യം അയച്ച മെസ്സേജ് ഒന്നും റാം കണ്ടിട്ടില്ല. മേമ എന്നെ ചതിക്കുകയായിരുന്നെന്ന് കരുതി എന്തൊക്കെയാ ഞാനിപ്പോ ചെയ്യാൻ പോയത്? ഛേ. മേമ, മേമ എന്നെ വിളിച്ചു പറഞ്ഞതൊക്കെ സത്യമാണോ? ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ്? നിന്റെ തലയ്ക്ക് എന്തോ ഓളമുണ്ടോ? അതോ ഈ ഞാൻ പൊട്ടിയാണെന്ന് കരുതിയോ നീ? അപ്പോന്റെ കല്യാണ കാര്യത്തില് ഞാൻ നിന്നെ പറ്റിച്ചു എന്ന് കരുതി ഇങ്ങോട്ട് നീ ഓടി വന്നത് ചാവാനാണോ? മേമ അതൊക്കെ വിട്. മേമ ഇത് പറ, എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞൊക്കെ സത്യമാണോ? ഓഫ് കോഴ്സ് ആണ്. വേണമെങ്കിൽ നീ ഒന്നുകൂടെ കേട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും അച്ഛൻ സീതയെ മരുമകളായി അംഗീകരിക്കില്ല. ആ ധൈര്യം എനിക്കുള്ളതുകൊണ്ടാ അവളെ വിളിച്ചോണ്ട് വന്ന് എല്ലാവരുടെ മുമ്പിൽ നിർത്തിയത്. രാമനും സീതയും എന്തൊക്കെ സംഭവിച്ചാലും ഒന്നാവില്ല. ഒന്നിപ്പിക്കില്ല ഞാൻ.
അവരുടെ കല്യാണം നടക്കില്ല, മേമ അത് നടത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ എല്ലാവരുടെ മുമ്പിൽ വെച്ച് റാമിന്റെ പെണ്ണ് സീതയാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ? കൊച്ചുങ്ങള് ഭക്ഷണം കഴിക്കില്ല എന്നും പറഞ്ഞ് വാശി പിടിക്കുമ്പോ അവർക്ക് കളിപ്പാട്ടം കാണിച്ചു കൊടുത്ത് വാശി നിർത്തില്ലേ? അതുപോലെ തന്നെയാ ഇതും. ഇതെല്ലാം വെറും നാടകമാണ് ചന്ദ്രൻ. നിന്നെ വിളിച്ചോണ്ട് ചെന്ന് ഇവളെ കല്യാണം കഴിക്കണം രാമാന്ന് പറഞ്ഞ രാമൻ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? അവൻ ഇപ്പൊ പഴയ രാമനല്ല. ഇപ്പൊ അവൻ സീതയുടെ വലയത്തിലുള്ള രാമനാ. അവൻ വരും, അവൻ പുറത്തു വന്നിരിക്കും. ആ സീത അവന്റെ ജീവിതത്തിൽ നിന്നും പുറത്തു പോയ ശേഷം നീ അകത്ത് കയറണം. റാം, എന്നോട് ഇനി സംസാരിക്കില്ലേ? എന്താ പറ്റിയതെന്നെങ്കിലും പറ.